is going to confer it with his partner. How to view this? Is this obstructing the field? Out. Oh, I think that was deliberate. I thought that was a pretty deliberate kick from Yusuf Pathan. പിന്നെ ഇവിടെ നല്ല മാച്ച് നടക്കുമ്പോഴാണ് ഫോൺ നീ പോയി എടുക്ക്. സുബ്രു That is very, very difficult to prove, I think. There he is. He's now trying to എടാ get പോ out കോച്ചേ, of the way. സിംസൺ തുടങ്ങിയിട്ടുണ്ടാവും. സഞ്ജയ് കാലിക്കട്ട് പോയല്ലോ. Is it കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലോ. Is it a Messi or is it just Yusuf Pathan? അവൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല. ഞാൻ ഓഫീസ് നമ്പർ തരാം, പക്ഷെ നാളെ വിളിച്ചാലേ കിട്ടൂ. നാളെയോ? അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്റെ ടൈം ഉണ്ടോന്ന് അറിയില്ല. ഇന്ന് 6 മണിക്ക് എനിക്കൊരു സർജറി ഉണ്ട്. അതിൽ നിന്ന് റിക്കവർ ആകുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ സഞ്ജയുടെ അമ്മയാ. സഞ്ജയുടെ അമ്മയോ? അതെ. ഞാൻ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം. അവന്റെ അമ്മ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ ആരാ വിളിച്ചേ? സഞ്ജയുടെ അമ്മയാന്ന് പറഞ്ഞേ. സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ, അതിനു മുമ്പ് അവനെ കാണണമെന്ന്. ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ ചോദിച്ചില്ല. നീ പിന്നെ വാട്സ് ദ സ്റ്റോറിയാ? എനിക്കറിയില്ല. നമുക്ക് അവന്റെ അച്ഛനെ വിളിച്ച് നോക്കിയാ പോരെ? ശരിയാ. ആ വാ. ഹലോ അങ്കിൾ, ജെറിനാ. ഹലോ ജെറിൻ. ആ മോനെ, സഞ്ജയ് പുറപ്പെട്ടില്ലേ? അങ്കിൾ പുറപ്പെട്ടു. അങ്കിൾ, സഞ്ജയുടെ അമ്മ വിളിച്ചിരുന്നു. എനിക്കറിയാം അവള് വിളിക്കുമെന്ന്. ഞാൻ അവക്ക് നമ്പർ കൊടുത്തേ. അവൻ ഇറങ്ങിയിട്ടുണ്ടാവൂന്ന് അറിഞ്ഞു തന്നെയാ. 2 വയസ്സുള്ളപ്പോ അവനെ ഇട്ടെറിഞ്ഞു പോയതാ അവള്. ഇപ്പോ ആരും നോക്കാനും പറയാനും ഇല്ലാതായപ്പോ അവനെ ആവശ്യം വന്നു. ഞങ്ങളോടവൻ പറഞ്ഞിരിക്കുന്നത് മരിച്ചെന്നല്ലേ? ഞാൻ അവനങ്ങനെ പറഞ്ഞു കൊടുത്തത്. എന്റെ മനസ്സിൽ നിന്ന് പണ്ടേ കളഞ്ഞതല്ലേ. അവൻ അറിയില്ല അവന്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. ബട്ട് അങ്കിൾ, നീ എന്ത് പണിയാ കാണിച്ചത്? എടാ, അങ്ങേറെ സംസാരത്തിൽ തന്നെ എല്ലാം വ്യക്തമല്ലേ? എടാ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാ? നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? അതിന് നിന്റെ തിരുമോന്താണല്ല അവരോട് ഇരിക്കുന്നത്. ഉപ്പായി, അവൻ നാളെ നമ്മളോട് ഈ കാര്യം വല്ലതും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എടാ നാളെ അല്ല ഇപ്പൊ എന്ത് ചെയ്യുന്നു ചിന്തിക്കേ. ഡാ, എവിടെ നിന്നാണെങ്കിലും അവൻ നമ്മൾ പൊക്കും. ഇന്ന് തന്നെ ബിഫോർ 6. അതിന് അവൻ പോയിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. എങ്ങനെ പോയെന്ന് പോലും അറിയില്ല. ഡാ, നമുക്ക് അവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവനെ അവന്റെ അമ്മയടുത്ത് എത്തിക്കാന്നുള്ളതാ. സുബ്രു, നീ ഹോസ്പിറ്റലിൽ ചെല്ല്. എന്നിട്ട് അവന്റെ അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയാന്ന് നോക്ക്. എന്നിട്ട് തിരിച്ച് നീ ഇവിടെ വരണം. ജെറിനെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നോക്കാം. നീ സ്റ്റാൻഡിൽ പോയി നോക്ക്. ഹോസ്പിറ്റലിൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. ഈ ഒരു ഫോണേ ഉള്ളൂ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ. ഏത് സമയം അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ബാ, ലെറ്റ്സ് മൂവ്. സഞ്ജയുടെ ഫ്രണ്ടാണമ്മേ. ഇവിടെ സഹായത്തിനാരും അമ്മ വിഷമിക്കണ്ട. സഞ്ജയ് അന്വേഷിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. അമ്മ ശരിക്കും എവിടെയായിരുന്നു ഇത്ര ആളും? അല്ല, സഞ്ജയ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാ. രണ്ടു വയസ്സുകാരനായ എൻ്റെ മകന് അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ മുതിർന്നു വരുന്ന എൻ്റെ 2 അനിയത്തിമാർക്ക് അച്ഛനും അമ്മയുമായി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലോകത്തോരമ്മയും ചെയ്യാത്തത് ഞാൻ ചെയ്തത്. ഭർത്താവിൻ്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഞാൻ ദുബായിലേക്ക് പോയി.
ഇനി ഒരിക്കലും ജീവിതത്തിൽ എന്നെയും കുഞ്ഞിനെയും കാണില്ല എന്ന് ശ്രീയേട്ടൻ പറഞ്ഞത് അച്ചട്ടാകുമെന്നന്ന് ഞാൻ കരുതിയില്ല. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. ഇന്ന് അനുഭവിക്കുന്നതും അതിന്റെ ഫലമാ. ഈ അസുഖം ഒരു ഭാഗ്യമായാ ഞാൻ കരുതുന്നത്. ഇതോടെ എന്റെ വേദനകൾക്ക് അറുതിയാവുമല്ലോ. അവനെ ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ എനിക്ക് മരണത്തിലേക്ക് പോകാം. അമ്മേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. തിരിച്ചു വരുമ്പോൾ സഞ്ജു എൻ്റെ കൂടെ ഉണ്ടാവും, ഉറപ്പ്. हाँ भैया, ആ വായന്ത് ഇവിടെ. मेरा दोस्त का बच्चा है इधर. ഓ, നമ്മുടെ സഞ്ജയുടെ അമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. വായൊന്ന് വന്നേ. हाँ അമ്മേ, തൽക്കാലം ഒരു സഹായത്തിന് ഇയാൾ ഇവിടെ ഉണ്ടാവും. ബായ്, ആ പിതർ രുക്കോ. എന്താവശ്യം വന്നാലും ഇവിടെ ഉണ്ടാവണം. ഞങ്ങളിപ്പോൾ എത്തിക്കോളാം. ठीक है जी. ഓക്കെ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ. ആ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അവിടെ ആകെ കണ്ടീഷൻ ക്രിട്ടിക്കലാടാ. അവൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റണല്ലോ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. ഉപ്പായി വിളിച്ചിരുന്നോ? ഇല്ല, ഉപ്പായി ഇതുവരെ വിളിച്ചില്ല. എടാ 3 ബസ്സാണ് പോയിട്ടുള്ളത്. 2 ആലുവ തൃശ്ശൂർ വഴിയും 1 പറവൂർ ഗുരുവായൂർ വഴിയും. ഞാനിപ്പോ എന്നാ ചെയ്യും? ടൈം സേവ് ചെയ്യാൻ വേണ്ടി അവൻ എന്തായാലും പറവൂർ വഴിയേ പോകും. ഡാം ഷുവർ. യു ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ഹിം മാൻ. ഓക്കെടാ. കോഴിക്കോട് ഭാഗത്തുള്ള ട്രെയിൻ പോയോ? അത് എത്ര മണിക്ക് തൃശ്ശൂരെത്തും? ഓക്കെ 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 സാർ, ഈ ഒരു വണ്ടിയെ പോയിട്ടുള്ളൂ. താങ്ക് യു. ഹലോ. എന്തായി മോനെ? അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാ രീതിയിലും ട്രേസ് ചെയ്യുന്നുണ്ട്. സമയം എടുക്കാറായി. അമ്മ, ഞങ്ങൾ അവനെയും കൊണ്ട് വരൂ. അമ്മ ധൈര്യമായിട്ടിരിക്കും. സുബ്രു, ജെറിൻ്റെ അടുത്ത് വല്ലതും അറിഞ്ഞോ? നത്തിങ് പോസിറ്റീവ്. എടാ, അവൻ്റെ അമ്മ വിളിച്ചിരുന്നു. ടൈം ആവാറായെന്നാ പറഞ്ഞ്. എന്തിനു ചെയ്യുക? ഇവിടെ നിന്ന് എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ കാലിക്കട്ടേക്ക് 2 ട്രെയിൻ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിനെ ഫോളോ ചെയ്യാൻ പോയാ. യു ജസ്റ്റ് ക്യാരി ഓൺ.